ഹലോ, ഇന്ന് കുറച്ച് മത്തിയാണ് കേട്ടോ കിട്ടിയത്. മത്തി കുറച്ച് കറി വെക്കാനും കുറച്ച് വറക്കാനും എടുത്തിട്ടുണ്ട്. പരിഞ്ഞിലും ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് പരിഞ്ഞിലേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് മീനകത്തങ്ങ് ഇടാമെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് കീറിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളിയാണ് കേട്ടോ ഇടേണ്ടത്. ഇന്ന് എനിക്ക് കൊച്ചുള്ളി ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ സവാള വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ടായിരുന്നു കേട്ടോ, അതങ്ങ് മറന്നു പോയിരുന്നു പറയാൻ. ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് ഇളക്കിയെടുത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരും. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 2 കഷ്ണം കുടംപുളിയാണ്. ഇത് ഞാൻ വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം, കറി ഒന്ന് തിളച്ച് വരുന്നവരെ. കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ, ഉപ്പിടാൻ മറന്നുപോയതാണ്. അതും കൂടി ഇട്ട് ഒന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് വറക്കാനുള്ള മീനൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി കുറച്ച് കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതും, അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് പുരട്ടിയെടുക്കുന്നുണ്ട്. പുരട്ടിയെടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് വറക്കാൻ വേണ്ടി വെക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ട് ഇതൊന്ന് നമുക്ക് എണ്ണ ഒഴിച്ച് വറക്കാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഒന്ന് തവിയിട്ട് ഇളക്കേണ്ട കാര്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് ഒന്ന് കറി സെറ്റാക്കാൻ